ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല. പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം, അതിന്റെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPI പറഞ്ഞു, ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട്. അല്ല, സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം എന്റെ പൊന്നു തങ്ങാതി എല്ലാം ഞാൻ സഭയിൽ ADGP വിഷയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും CPI എടുക്കാമെന്ന സമീപനം? അതൊക്കെ CPIക്കും LDFനും നല്ല നിലപാടുണ്ട്. LDFന്റെ ഭാഗമാണ് CPI. ആ CPIക്ക് LDFന്റെ കാഴ്ചപ്പാടിനെയും നയങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ അറിയാം. ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകാറായപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയെ കാണുന്ന വിവരവും പുറത്തു വരുന്നത്. എനിക്കറിയില്ല. അല്ല, അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ നിയമസഭയിലെ ഇപ്പൊ ADGP അജിത്കുമാറിനെതിരായ ആക്ഷേപങ്ങളോട് സഭയുടെ ഫ്ലോറിൽ വരുമല്ലോ, അപ്പൊ ഈ CPIയുടെ സമീപനം എന്തായിരിക്കും? ഒരു നിങ്ങൾ തിരക്ക് പിടിക്കല്ലേ? പൊതുസമീപനത്തിന്റെ ഭാഗമായിട്ട് മുന്നണി എന്നല്ല, കാരണം അല്ല, LDFന്റെ പുറത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം CPIക്കില്ല. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും. അത് നമ്മൾ കാണാം, ഫോറിൽ കാണാം. ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് പരാമർശം, മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായി.